ഇതാ കുഞ്ഞാപ്പു. ഞാൻ കരുണാകരൻ എഴുത്തച്ഛൻ. നമസ്കാരം സാർ. നിങ്ങളെക്കുറിച്ച് കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്നു. കാണാൻ സാധിച്ചപ്പോഴാ. എഴുത്തച്ഛൻ സാറ് അങ്ങനെ ആരും കാണാൻ പോകാറില്ല. ഇന്നിപ്പോ മാറ്റർ അത്രയ്ക്ക് സീരിയസ് ആയതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. കുഞ്ഞാപ്പന് ബുദ്ധിമുട്ടായോ? ഇല്ല സാർ, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതൊരു ചെങ്ങായി ഏൽപ്പിച്ചു വിട്ടു. ഞാനും പല കാര്യങ്ങളും പലരെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. CI സാറ് പറഞ്ഞ പോലെ മാറ്റർ സീരിയസ് ആണല്ലോ. ഞാൻ എന്തിനാണ് വന്നതെന്നും എന്താണ് പറയാൻ പോകുന്നതെന്നും കുഞ്ഞാപ്പനറിയാം. എനിക്ക് കാര്യങ്ങൾ ഇപ്പോഴും വെടിപ്പോടെ മനസ്സിലായിട്ടില്ല സാർ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് നിന്റെ ലോക്കപ്പ് ടിക്കറ്റ് കാര്യം മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയാൻ പാടില്ല. ഈ വലിയ മനുഷ്യൻ പറഞ്ഞുകൊണ്ടാ ഞാനത് ഒഴിവാക്കിയത്. എന്താണ് സാർ, കാര്യങ്ങൾ ക്ഷമയോടെയും സമാധാനത്തോടെയും പറഞ്ഞാൽ കുഞ്ഞാപ്പന് മനസ്സിലാവും. കുഞ്ഞാപ്പു, ഞാൻ സുനന്ദയുടെ അമ്മാവനാണ്. ഇനി സുനന്ദയെ അറിയാൻ പാടില്ലെന്ന് കുഞ്ഞാപ്പു പറഞ്ഞോളയോ? സുനന്ദ എനിക്കറിയാം സാർ. ഞങ്ങൾ 1-2 വട്ടം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എത്ര വട്ടം കണ്ടു, സംസാരിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇനി കാണരുത്, സംസാരിക്കരുത്. അതിന് പ്രതിഫലമായി കുഞ്ഞാപ്പൻ എന്ത് വേണം, എന്തും തരാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 1 വർഷമായിട്ട് ഞങ്ങൾ അവൾക്ക് കല്യാണം ആലോചിക്കുന്നു, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അറിയാൻ കഴിഞ്ഞത് അവളും കുഞ്ഞാപ്പുമായിട്ട് ഇപ്പോൾ അടുപ്പത്തിലാണെന്ന്. ഇത് അവൾ തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടി ഒരിക്കലും എൻ്റെ പേര് പറഞ്ഞു കാണില്ല. ഒരു പ്രേമമുണ്ട് എന്ന് പറഞ്ഞു കാണും. അത് ഞാനാണെന്ന് നിങ്ങളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു. കുഞ്ഞാപ്പു, പ്രായത്തിൻ്റെ എടുത്തിയാട്ടത്തിൽ അവക്കും കുഞ്ഞാപ്പുവിനും അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നി. കാശ് മുതലുള്ള വീട്ടിലെ പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞാപ്പുവിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാർ. ആദ്യം ആ കുട്ടിയോട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായി കുഞ്ഞാപ്പു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അത്യാവശ്യ സമയങ്ങളിൽ ചില്ലറ സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരാളായിട്ട് കുഞ്ഞാപ്പു സുനന്ദയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. സാറേ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന കൂട്ടത്തില് അങ്ങനെ സക്കാത്തിന് സാമ്പത്തിക സഹായം ആരുടെ കയ്യിൽ നിന്നും പറ്റാറില്ല, പറ്റിയിട്ടുമില്ല. പിന്നെ എൻ്റെ മരുമോളുമായിട്ട് താൻ അടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? വിവാഹം കഴിച്ച് ജീവിക്കാമെന്നോ? അങ്ങനെ വല്ലതും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ടീനേജ് കാലം വളരെ അപകടം പിടിച്ച ഒരു കാലമാണ്. അപ്പോൾ ഇത്ര സ്മാർട്ട്നെസ്സും തന്നോടൊക്കെ കണ്ട പെൺകുട്ടികൾ വീണുപോകും. പ്രേമിക്കുന്നതിന് ചെറ്റയാണെങ്കിലും ചെരുപ്പൂത്തിയാണെങ്കിലും. അത്ര ഒരു അബദ്ധം ഞങ്ങളുടെ കുട്ടിക്ക് പറ്റിപ്പോയി. അതിന് പരിഹാരമായി എത്ര 1000 അല്ലെങ്കിൽ ലക്ഷം എത്ര വേണമെന്ന് കുഞ്ഞാപ്പു തന്നെ പറഞ്ഞോളൂ. സാറേ, എൻ്റെ കുടിയിലുണ്ട് 3 പെൺപിള്ളേർ. അതിൽ 2 പേരെ നിക്കാഹ് കഴിപ്പിച്ച് വിടുകയും ചെയ്തു. പെൺപിള്ളേരെ പറ്റി ഇത്ര ഒരു വർത്താനം കേട്ടാ കുടിയിലിരിക്കുന്ന ഒരു ബേജാറാവും. അത് കാശുള്ളവൻ്റെ വീട്ടിലാണെങ്കിലും കാശില്ലാത്തവൻ്റെ വീട്ടിലാണെങ്കിലും. അത്തരമൊരു ബേജാറിന്റെ പേരിലാണ് സാർ ഇപ്പം എന്നോട് മോശമായിട്ട് സംസാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഭാഷയിൽ ഞാനും മറുപടി തന്നെ. വേണ്ട, ആ ഐറ്റം കുഞ്ഞാപ്പുവിനോട് വേണ്ട. കട്ടിട്ടും മോഷ്ടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും പ്രതിയായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. ഇദ്ദേഹം എന്നോട് സംസാരിക്കുന്നു, ഞാൻ അതിന് മറുപടി പറയുന്നു. അതിനിടയ്ക്കറി മസിൽ കാണിച്ച് വരട്ടല്ലേ, കുഞ്ഞാപ്പ് വരളത്തില്ല. ഇത് പോലീസ് സ്റ്റേഷൻ. നിന്നെ CI സാർ, അയാൾ പറയട്ടെ, പറഞ്ഞോളൂ. വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, പ്രാരാബ്ധമാണ്, അതുകൊണ്ട് പറഞ്ഞോളൂ. ശരിയാണ് സാർ, പ്രാരാബ്ധമാണ്. പക്ഷെ ആ പ്രാരാബ്ധത്തിന്റെ പേരും പറഞ്ഞ് കാശുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാതെ കൈനീട്ടി വാങ്ങിക്കുന്ന സാറുമാരെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്.